സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിത ശ്രീമദ്വിവേകയോഗി മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര 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 ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ശ്രീമദ് ഭഗവത്ഗീത സാരം നമ്മൾ ഇന്നലെ മുതൽ 17-ാം തീയതി ഏപ്രിൽ 2020 മുതൽ തുടങ്ങി വെച്ചു. നമുക്ക് ഗീതയുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുള്ള പലരും ഉണ്ട്. ഭഗവത്ഗീതയുടെ ആധികാരികമായ ഭാഷ്യങ്ങളാണ് പലരും വ്യാഖ്യാനത്തിന് വേണ്ടി അവലംബിക്കാറുള്ളത്. എന്നാൽ അത്തരത്തിൽ ആധികാരികമായ ഭാഷ്യങ്ങളെ അവലംബിക്കാതെ തന്നെ സ്വന്തം മനസ്സിൻ്റെ വികല്പങ്ങൾ എഴുതി ഭഗവത്ഗീത ഭാഷ്യമെന്ന് പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഭഗവത്ഗീത ഗ്രന്ഥം വീട്ടിൽ വാങ്ങി വയ്ക്കുമ്പോൾ അതിന് ആധികാരികത ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ആധികാരികത നമ്മൾ പറയുമ്പോൾ എന്തിനെയാണ് അധികരിച്ചിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗീതയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ചരിത്രപരമായ ഗീതാവ്യാഖ്യാനം. മഹാഭാരതം എന്ന ചരിത്രത്തെ, പശ്ചാത്തലത്തെ, ബാക്ക്ഡ്രോപ്പിനെ പരിഗണിച്ചുകൊണ്ട് ഗീതയെ വ്യാഖ്യാനിക്കുക. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ശ്ലോകം, അതിൻ്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ എഴുതിയ ആൾക്ക്, വ്യാഖ്യാനിച്ച ആൾക്ക് ഗീതയെപ്പറ്റി എന്തറിയാം എന്ന് വ്യക്തമായി മനസ്സിലാവും. ചിലരൊക്കെ തട്ടിവിടുന്നത് കേട്ടാൽ വേദവ്യാസൻ പോലും ഞെട്ടിത്തെരിച്ചു പോകും. കാരണം വ്യാസാചാര്യർ, വ്യാസഭഗവാൻ തൻ്റെ ആത്മകഥയെന്നോണം തന്നെയാണ്, അല്ലെങ്കിൽ തൻ്റെ ആത്മകഥാംശം നിറഞ്ഞിരിക്കുന്നതാണ് മഹാഭാരതം. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ലോകത്തെ മികച്ച ക്ലാസിക്കുകളിൽ ഹോമറുടെ ഒഡീസിയും ഇലിയഡും എടുത്ത് ഒരു തട്ടിൽ വെച്ച് മറുതട്ടിൽ മഹാഭാരതം ഒന്നു മാത്രം വെച്ചാൽ മഹാഭാരതത്തിൻ്റെ തട്ട് താണിരിക്കും. കാരണം ലോക സാഹിത്യത്തിൽ ഇത്രയും ബൃഹത്തായ, ഇത്രയും സുഘടിതമായ ഒരു കഥാതന്തു പോലുമില്ല. ലോകത്തെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ, അത് സാക്ഷാൽ വ്യാസഭഗവാനാണ്. വ്യാസാചാര്യരുടെ മനീഷ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അത് അമാനുഷികമാണ്. വ്യാസാചാര്യരുടെ ഉച്ഛിഷ്ടമാണ് ഈ ലോകം മുഴുവൻ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസാചാര്യർ തൊട്ടുകൂട്ടിയിട്ടില്ലാത്ത, വ്യാസാചാര്യർ വിഷയമാക്കാത്ത യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥാന്തരങ്ങളെ ഇത്രയും വിശദമായി പഠിച്ച് ഇത്രയും ആഴത്തിൽ ഉൾക്കൊണ്ട മറ്റൊരു മഹാത്മാവ്
ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും പറയും, ഇഫ് അറ്റ് ഓൾ യു വോണ്ട് ടു ടേക്ക് കൗൺസിൽ ഫ്രം സംബഡി ഫോർ യുവർ ഡിസ്ട്രെസ് ആൻഡ് ഡിസ്മേ, ലെറ്റ് ഇറ്റ് ബി വ്യാസാചാര്യ. ഇപ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ട്, മനസ്സിനൊരു വിഷമമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഒരു കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളെ അലട്ടുന്ന ഒരു സൗഹൃദ വിഷയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തുമായിക്കോട്ടെ, മഹാഭാരതം നിങ്ങൾ ഒരു ആവൃത്തി വായിച്ചു തീരുമ്പോഴേക്ക്, അതായത് മഹാഭാരതത്തിൻ്റെ കഥാതന്തുവിലൂടെ ഒരിക്കലെങ്കിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ വ്യാസാചാര്യരുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ ഈ ആത്മകഥാംശമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഞാൻ ചമച്ചിട്ടുള്ള ഈ ചരിത്ര കഥാഖ്യായിക, ചരിത്രവും കഥയും ചേർന്നിട്ടുള്ള നാരറ്റീവ്, ഇതിലുള്ളത് പലയിടത്തും കണ്ടേക്കാം, പക്ഷേ ഇതിലില്ലാത്തത് നിങ്ങൾ എവിടെയും കാണില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഓഥറുടെ, ഒരു എഴുത്തുകാരൻ്റെ പൂർണ്ണമായ ഉറപ്പാണ്. അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം തൊട്ടുകൂട്ടാത്ത യാതൊന്നും തന്നെ പ്രപഞ്ചത്തിലൊരു വിഷയമായി അവശേഷിക്കുന്നില്ല എന്ന്. അങ്ങനെ പറയാൻ ആർക്കും സാധിക്കില്ല. വ്യാസാചാര്യരുടെ മഹാഭാരതത്തെ അവലംബിച്ചുകൊണ്ട് അനേകം കഥകളും സാഹിത്യകൃതികളും ഉണ്ടായിട്ടുണ്ട്. ശിവാജി സാവന്തിൻ്റെ കർണൻ, നമ്മുടെ മലയാളത്തിൽ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, ഇതെല്ലാം മഹാഭാരതത്തെ കഥാകാരൻ്റെ ദൃഷ്ടിയിലൂടെ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരാളൊരു കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുമ്പോൾ, ആ ഉപദേശവാക്യത്തിൻ്റെ അല്ലെങ്കിൽ കഥാതന്തുവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കഥാകാരൻ്റെ അല്ലെങ്കിൽ ആ പറയുന്നയാളുടെ വക്താവിൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. വക്താവിൻ്റെ മനസ്സിന് ഏകാഗ്രത ഇല്ലെങ്കിൽ, വക്താവിൻ്റെ മനസ്സ് ശിഥിലമാണെങ്കിൽ, വക്താവിൻ്റെ മനസ്സ് ശാന്തമല്ലെങ്കിൽ, അയാളാൽ പറയപ്പെട്ട കാര്യത്തിലും അത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ആ ഗ്രന്ഥക്കാരൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, ഡു നോട്ട് റീഡ് എനിത്തിങ് ദാറ്റ് ഈസ് റിട്ടൺ ബൈ അൺഎൻലൈറ്റൻഡ് പീപ്പിൾ. ജീവൻ മുക്തരല്ലാത്തവർ എഴുതിയ അല്ലെങ്കിൽ അവരാൽ പറയപ്പെട്ട യാതൊന്നും വായിക്കരുത്. ജീവൻ മുക്തൻ എഴുതിയതോ ജീവൻ മുക്തൻ പറഞ്ഞതോ മാത്രമേ വായിക്കാവൂ. ഡു നോട്ട് റീഡ് എനിത്തിങ് ദാറ്റ് ഈസ് റിട്ടൺ ബൈ അൺഎൻലൈറ്റൻഡ് മൈൻഡ്സ്. ജീവൻ മുക്തരല്ലാത്തവർ എഴുതുമ്പോൾ അതിൽ ശാസ്ത്രയുക്തി എന്ന് ഇവിടെ പറയുന്നത് ഏതൊന്നാണോ ശിഷ്യന് ഗുരു കൊടുക്കുന്ന ഉപദേശം, അതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഗുരുവിനാൽ ശാസിക്കപ്പെട്ടത് തൻ്റെ ബുദ്ധിയെ ആത്മതലത്തിലേക്ക് ഉയർത്തുന്നതാണ് ശാസ്ത്രം. അങ്ങനെ ശാസ്ത്രയുക്തിക്ക് നിരക്കാത്തതാവുമെന്ന് മാത്രമല്ല, അത് വായനക്കാരൻ്റെ മനസ്സിനെ കൂടെ ദുസ്വാധീനമുണ്ടാക്കും. അത് പറയുമ്പോൾ ചില സാമൂഹിക വിമർശനങ്ങൾ ആവശ്യമായി വരും. നമ്മുടെ ടെലിവിഷൻ പരമ്പരകളുടെ ഇടയിൽ പരസ്യം കുത്തിത്തിരുകാറുണ്ടല്ലോ. അതുപോലെ ഇന്ന സോപ്പിന് ഇന്ന ഗുണമാണ്, ഈ സോപ്പ് തേച്ചാൽ വെളുക്കും. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആരും ഇന്ന സോപ്പ് തേച്ചാൽ നല്ല രസമായിട്ട് കറുക്കും എന്ന് പറയാത്തതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കറുപ്പ് മോശമാണ്, കറുപ്പ് നിന്ദ്യമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്നുമുള്ളത്. അതിനാർക്കും പ്രശ്നമില്ല, അതൊക്കെ എല്ലാ ചാനലിലും പോകുന്നുണ്ട്. ആരും പറയുന്നില്ല ഈ വെളുത്തവരെ നിങ്ങൾ ഈ സോപ്പ് തേച്ചാൽ നിങ്ങൾക്ക് കറക്കാൻ സാധിക്കുമെന്ന് പറയുന്നില്ല. കാരണം കറുപ്പ് മോശമാണ്, കറുപ്പ് നിന്ദ്യമാണെന്ന് ആദ്യമേ അങ്ങ് ധരിച്ചിരിക്കുകയാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രണ്ട് ആദർശ ബിംബങ്ങളാണ്, ആരാധനാപാത്രങ്ങളാണ് ശ്രീകൃഷ്ണനും കാളിയും. ഇന്നലെ ഞാനത് പറഞ്ഞു വെച്ചിരുന്നു. ഈ ശ്രീകൃഷ്ണൻ എന്ന ശബ്ദത്തിൽ കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം കറുത്തവൻ എന്നാണ്. മുഖ്യമായ അർത്ഥം അതല്ലെങ്കിലും തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കുന്ന അർത്ഥം കറുത്തവൻ എന്നാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുപ്പൻ എന്നാണ് മലയാളം. തമിഴിലും മലയാളത്തിലും കറുപ്പൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, കറുപ്പൻ, എണ്ണക്കറുപ്പനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന വിഗ്രഹങ്ങളുടെയും ചിത്രങ്ങളുടെയൊക്കെ നിറത്തിൽ നീല നിറമാണ്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. മേഘശ്യാമവർണ്ണനാണ്, കറുത്തിരുണ്ട മേഘം പോലെ കറുത്തവനാണ്. അപ്പോൾ കറുത്തവൻ വെളുത്തവന് പറഞ്ഞു കൊടുത്ത ശാസ്ത്രമാണ് ഭഗവത്ഗീത. കറുത്തവൻ വെളുത്തവന് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ വർണ്ണത്തിൻ്റെ കാര്യം എന്താണ്? വർണ്ണത്തിന് വലിയ കാര്യമുണ്ട്. ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഒരു ആർട്ടിക്കിളായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. നമ്മുടെ വയലാറാണെന്ന് തോന്നുന്നു എഴുതിയത്, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. രാത്രി പകലിനോടെന്ന പോലെ ഒരിക്കലും സന്ധി ചെയ്യാത്ത പോക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.
ഇവിടെയും രാത്രി പകലിനോട് എന്ന പോലെയാണ് ഗീത ഉപദേശിക്കപ്പെടുന്നത്. ഇവിടെ രാത്രി എന്ന് പറയുന്നത് നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ്. കണ്ണിന് കാണാനാവാത്ത രഹസ്യങ്ങളുടെ കലവറയെ രാത്രി എന്ന ബിംബത്തിലൂടെ ഉപയോഗിക്കപ്പെടുകയാണ്. ഇവിടെ രാത്രി ആരാണ്? കറുത്ത കൃഷ്ണനാണ്. കൃഷ്ണൻ രാത്രിയോളം നിഗൂഢമാണ്. അർജുനനോ പകൽ പോലെ നേരിട്ട് യുദ്ധം ചെയ്യുന്നവനാണ്. പകൽ പോലെ ഋജുവായ മാർഗമുള്ളവനാണ് അർജുനൻ. അങ്ങനെ അർജുനൻ എന്ന പകലിന് ശ്രീകൃഷ്ണൻ എന്ന രാത്രി കൊടുക്കുന്ന ഉപദേശം സന്ധി ചെയ്യുന്ന ആ സന്ധ്യയാണ് മഹാഭാരത യുദ്ധസന്ദർഭം. രാത്രിയും പകലും കൂടിച്ചേർന്ന് നിൽക്കുന്ന സന്ധ്യയുടെ ഇരുൾ തുടങ്ങിയിട്ടില്ല, പകൽ സമയം അവസാനിച്ചിട്ടില്ല എന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇരുൾ മാഞ്ഞിട്ടില്ല, പകൽ എത്തിയിട്ടില്ല എന്ന അനിശ്ചിതാവസ്ഥയുടെ ധർമ്മസങ്കടത്തിൻ്റെ ഒരു രംഗം വ്യാസാചാര്യർ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പലർക്കും പെട്ടെന്ന് താല്പര്യമാണ് എല്ലാ ഗീതാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ ആദ്യം തന്നെ പാർത്ഥായ പ്രതിബോധിതാൻ തുടങ്ങിയിട്ട് ധർമ്മക്ഷേത്രേ കൂട്ടക്കരച്ചിലാണ്. പെട്ടെന്ന് കൂട്ടക്കരച്ചിലേക്ക് പോകണ്ട. അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കണം. ഗീതയെ ചരിത്രപരമായി വ്യാഖ്യാനിക്കാത്തതിൻ്റെ വിഷമമാണ് ഗീതയിൽ ഉള്ള ശ്ലോകങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് തന്നെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് ഗീതയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന എല്ലാ ശക്തികൾക്കുമെതിരെ അറിവോടുകൂടി പോരാടണമെങ്കിൽ ഗീതയുടെ ചരിത്ര പശ്ചാത്തലമായ മഹാഭാരതത്തിലേക്ക് ഒന്ന് വെളിച്ചം വീശിയേ പറ്റൂ. 41 ദിവസത്തെ ഒരു ഗീതാ ജ്ഞാനയജ്ഞം നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 21 ദിവസവും മഹാഭാരതത്തെ പറ്റിയാണ് പറയേണ്ടത്. അതായത് ഗീത എന്ന സത്പുത്രി ജനിച്ച ഗർഭപാത്രമാണ് മഹാഭാരതം. ഗർഭപാത്രത്തിൻ്റെ അവസ്ഥയാണ് പുത്രിയുടെ അവസ്ഥ. ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യമാണ് പുത്രിയുടെ അവസ്ഥ, ആരോഗ്യം. ഇത് പറയാൻ കാരണം പലരും ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടുകയാണ്, വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ഗീതയെപ്പറ്റി ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. അതൊന്നും മഹാഭാരതത്തോട് പുലബന്ധമില്ലാത്ത തൻ്റെ മനസ്സിൽ തോന്നുന്ന കൽപ്പനകളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. പലപ്പോഴും ബൗദ്ധവും ക്രിസ്തീയവുമായ തെറ്റായ കാഴ്ചപ്പാടുകളെ ഗീതയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് വളരെ വലിയ ശതമാനം വ്യാഖ്യാതാക്കളും. എന്തുകൊണ്ടാണ് ഗീതാസാരമെന്ന ഒരു പരിപാടി തന്നെ തുടങ്ങാൻ കാരണം? ഇതിൻ്റെ സാരസത്ത നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടി 1, 2, 3, 4 ദിവസം എടുത്താലും ഗീതയുടെ പശ്ചാത്തലത്തെ, അതിൻ്റെ വിവിധങ്ങളായ ദർശന കോണുകളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് നമ്മൾ ഗീതാസാരമെന്ന് പറയുന്ന ശ്ലോകങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. പലർക്കും ഈ ധാരണയില്ല. അവർ ഗീതയിൽ ഏതൊക്കെയോ എടുത്തിട്ട് അങ്ങ് തട്ടിവിടുകയാണ്. ഇപ്പോൾ പലർക്കും അറിയാം, കവല പ്രസംഗങ്ങളിൽ പോലും കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന തുടങ്ങിയ ശ്ലോകങ്ങൾ എടുത്തിട്ട് തട്ടിവിട്ടിട്ട് ജോലി ചെയ്താൽ മതി, കൂലി വേണ്ട എന്നാണ് കൃഷ്ണൻ പറഞ്ഞതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പലരും പ്രസംഗിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്താണ്? മഹാഭാരതത്തിൻ്റെ കാലഘട്ടം, മഹാഭാരതം എഴുതിയ വ്യാസാചാര്യരുടെ മനസ്സ്, മഹാഭാരതം എന്ന വലിയ വിശാല ഭൂമിക, അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഗീതയെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത്. ഗീതയെ വ്യാഖ്യാനിച്ചവരിൽ ഏറ്റവും മിടുക്കൻ, ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയവരിൽ ഏറ്റവും കേമൻ ആരെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ ആദിശങ്കര ഭഗവത് പാദാചാര്യരാണ്. ആദിശങ്കര ഭഗവത് പാദാചാര്യരെ പോലെ പദവാക്യ പ്രമാണത്തോടു കൂടി ആരും തന്നെ ഗീതയെ നോക്കിക്കണ്ടിട്ടില്ല. പിന്നീട് വന്നവരെല്ലാം അവർക്ക് ശ്രമിക്കാവുന്നതിൽ നന്നായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആചാര്യ ഭഗവത് പാദരെ പോലെ, ശങ്കരാചാര്യ സ്വാമികളെ പോലെ ഗീതയെ ദാർശനികമായും ചരിത്രപരമായും വ്യാഖ്യാനിച്ചവരില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒരു സ്വാമിയുടെ പ്രസംഗം എനിക്കൊരാൾ ഫോർവേഡ് ചെയ്തു തന്നു. ഒരാൾ എനിക്ക് ഈ വാട്സപ്പ് ഉള്ളതുകൊണ്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ ചപ്പും ചവറും പോലെ ഫോർവേഡ് ചെയ്യപ്പെടുന്ന കാലമാണ്. ഒരാൾക്കത് വേണമോ വേണ്ടയോ എന്നൊരു ചോദ്യം ആദ്യം ചോദിക്കാനുള്ള മര്യാദ നമുക്കില്ല. നിങ്ങളിത് കണ്ടതാണോ, ഇന്നൊരു വീഡിയോ ഞാൻ അയച്ചോട്ടെ എന്നും ചോദിക്കില്ല, അങ്ങോട്ട് അടിക്കുകയാണ്. നമ്മളത് കാണേണ്ട ഗതികേടിലാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഒരു സ്വാമിയുടെ, സന്യാസിയുടെ വീഡിയോ എനിക്കിതുപോലെ ചെറിയൊരു ക്ലിപ്പിംഗ് അയച്ചു തന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അവതാരം എന്നൊന്നില്ല എന്നാണ്. അത് പറയപ്പെട്ടിരിക്കുന്നത് അവതാരം എന്നൊന്നില്ല, പൂർവ്വജന്മങ്ങളിൽ നാം നേടിയെടുത്ത സത്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ തപോവിശേഷങ്ങളുടെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ബോധോദയം നേടുന്നു, അങ്ങനെയാണ് അവതാരം എന്ന് വിളിക്കപ്പെടുന്നതെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗീതയുടെ ശങ്കര ഭാഷ്യം പഠിച്ചവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം സാക്ഷാൽ ശങ്കര ഭഗവത് പാദാചാര്യർ
നാരായണൻ്റെ അവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണനെന്നും ദേവകീസുതനായി അവതരിച്ച കൃഷ്ണനെന്നും വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ചിട്ടും അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും അവതാര സിദ്ധാന്തത്തെ നിഷേധിക്കുന്നവരാണ് ഈ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തീയ മനസ്സിനനുസരിച്ചിട്ട് ഗീതയെ ചെത്തി ഒരുക്കുന്നവർ. ക്രിസ്ത്യാനികൾക്ക് പിന്നെ യേശു മാത്രമാണ്, അതിനുശേഷം സ്റ്റോക്ക് തീർന്നു, അതിനുശേഷം ഉണ്ടാവില്ലെന്നാണ്, ഇനി യേശു പോയിട്ട് വരണം. പക്ഷേ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അവിടെ അവതരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവതാര സിദ്ധാന്തത്തെ നിഷേധിച്ചുകൊണ്ട് പോലും ഗീത വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ദുസ്ഥിതിയിലാണ് നമ്മുടെ കേരളമുള്ളത്, കേരളവും ഭാരതവും ഉള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? ഒരു തെറ്റായ കാര്യത്തെ മറികടക്കാൻ നമ്മ എപ്പോഴും പറയും ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കാൻ വേണ്ടി നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ മതിയെന്ന്. അല്ലാണ്ട് ഉപ്പുവെള്ളം എടുത്ത് കോരിക്കളയേണ്ട ബുദ്ധിമുട്ടുണ്ടാക്കണം. നല്ല വെള്ളം, ഒരു ഗ്ലാസ്സിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ മതി, പച്ചവെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ മതി. അതുപോലെ ശരിയായ പ്രമാണസഹിതമായ അറിവുകൾ പ്രചരിപ്പിക്കപ്പെട്ടാൽ മാത്രമേ തെറ്റായ പ്രമാണവിരുദ്ധമായ അറിവുകൾ ഇല്ലാതാവൂ. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമം കൂടിയാണിത്. അപ്പോൾ നമുക്കറിയാം, മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തെ ഒട്ടുപോലും ചിന്തിക്കാതെ ദാർശനികമായും ഗീതയെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ സന്യാസാശ്രമത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ച് യുദ്ധത്തിൻ്റെ കഥകളോ അതിൻ്റെ പശ്ചാത്തലമോ അറിഞ്ഞിട്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ദാർശനിക തലത്തെ തൊടാനായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ ദാർശനിക തലത്തെ തൊടാൻ വേണ്ടി അനേകം നല്ല ഭാഷ്യങ്ങളുണ്ടായിട്ടുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട്. ദാർശനിക തലത്തെ തൊടുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഗീതയ്ക്ക് ദാർശനികമായ പശ്ചാത്തലം 50% 50% ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ദാർശനികമായി വ്യാഖ്യാനിച്ചാൽ പോലും ഗീതയിലെ ചരിത്രത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പല ആളുകളും ചെയ്യുന്നത് കേവലം ദാർശനികമായിട്ട് ചെയ്യുകയാണ്. അതെന്താണ് കാരണം? ഭഗവത്ഗീത ഇന്നലെ ഞാൻ പറഞ്ഞു, നാകാരാന്ത സ്ത്രീലിംഗമാണ് ശബ്ദം. ഗീത എന്ന് പറയുന്നത് തന്നെ സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ പുരുഷനാണെങ്കിലും പുരുഷോത്തമനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാണി, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഉപദേശം അത് സ്ത്രീയാണ്, ശക്തിയാണ്. ഉപനിഷത്തെന്ന ശബ്ദവും സ്ത്രീലിംഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉപദേശവാക്യം എന്ന അർത്ഥത്തിൽ ഗീതയ്ക്ക് ഉപനിഷത്തിൻ്റെ സ്ഥാനം കൊടുക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗീത ഉപനിഷത്തല്ല. മാത്രവുമല്ല, ഗീത ശ്രുതി കോടിയിൽപ്പെട്ടതുമല്ല, ഗീത സ്മൃതി കോടിയിൽപ്പെട്ടതാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, വേദത്തോട് ബന്ധപ്പെട്ടത്, വേദം എന്നാണ് അർത്ഥം. ശ്രുതമായത് വേദം. വേദത്തോട് ബന്ധപ്പെട്ടാണ് ഉപനിഷത്ത് നിൽക്കുന്നത്. വേദത്തിൻ്റേതാണ് ഉപനിഷത്ത്. വേദത്തിൻ്റെ താത്പര്യ നിർണയ ഭൂമികയാണ് ഉപനിഷത്ത്. ഗീതയാവട്ടെ സ്മൃതി കോടിയിൽ ഇതിഹാസത്തിൻ്റെ, മഹാഭാരതത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്, ഭീഷ്മപർവത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഗീത ഇതിഹാസത്തിൻ്റെ അഥവാ സ്മൃതികളുടെ കൂട്ടത്തിൽപ്പെടുമ്പോൾ, സ്മൃതി കോടിയിൽപ്പെടുമ്പോൾ ഉപനിഷത്തുക്കൾ ശ്രുതിയിലാണ് പെടുന്നത്. എന്നിട്ടും ഗീതയ്ക്ക് ശ്രുതിയുടെ സ്ഥാനം ലഭിക്കുകയാണ് ഗീതയ്ക്ക്. അതുകൊണ്ടാണ് ഗീത അവസാനിക്കുമ്പോൾ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കളിലെ ബ്രഹ്മവിദ്യയാണിത്. അതുകൊണ്ട് ശ്രീമദ് ഗീതയെ ഉപനിഷത്തായിട്ടാണ് കാണുന്നത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ഗീത എന്ന ഉപനിഷത്താണ് പറയുന്നത്. എന്താണ് ഉപനിഷത്തല്ലാതിരുന്നിട്ടും ഉപനിഷത്തിൻ്റെ സ്ഥാനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഗീതയിലെ ചർച്ച മുഴുവൻ വൈദികമാണ്. ഗീതയിലെ ചർച്ച വേദത്തിൻ്റെ സാരമാണ്. ദാർശനിക തലത്തിൽ അത് വേദാന്തമാണ്. ദാർശനിക തലത്തിൽ അത് ഉപനിഷത്തിൻ്റെ കറകളഞ്ഞ സാരാംശമാണ്. അത് ഉപനിഷത്തിൻ്റെ, അതുകൊണ്ടാണല്ലോ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന. ദോഗ്ധാവ് എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്നവൻ, കറവക്കാരനാണ്. ദുഗ്ധം ഗീതാമൃതം മഹത്. ഗോപാലനാകുന്ന ശ്രീകൃഷ്ണനാൽ കറക്കപ്പെടുന്ന ഈ പാലുണ്ടല്ലോ, ഇത് മഹത്തായ ഗീതാമൃതമാണ്. അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഉപനിഷത്ത് സമാനമാണ്. എല്ലാ പശുക്കളും ഉപനിഷത്തുക്കളാണ്. സർവോപനിഷദോ ഗാവോ. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണെങ്കിൽ, കറവക്കാരൻ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനാണെങ്കിൽ ആ പാലിൻ്റെ പേരാണ് ഗീത. അപ്പോൾ എല്ലാ ഉപനിഷത്തുക്കളെയും പശുക്കളായി സങ്കല്പിച്ച് ആ പശുക്കളുടെ നറും പാലായി ഗീതയെ സങ്കല്പിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ഗീതയ്ക്ക് ഉപനിഷത്തിൻ്റെ സ്ഥാനം ലഭിച്ചു? സ്മൃതി കോടിയിൽ ഇതിഹാസത്തിൻ്റെ ഭാഗമായി വന്നിട്ട് പോലും ഗീത എന്തുകൊണ്ട് ഉപനിഷത്തിനെ പോലെ മാനിക്കപ്പെടുന്നു എന്നുള്ള ഉത്തരവാണിത്. അതിൻ്റെ ചർച്ച വേദാന്ത സാരമാണ്. അവിടെ മറ്റൊരു ചോദ്യം വരാം. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്, ശ്രീരാമഗീതയുണ്ട്, ഉദ്ധവഗീതയുണ്ട്, ഭാഗവതമുണ്ട്, നമുക്ക് വ്യാധഗീതയുണ്ട്, അനേക എണ്ണിയാറൊടുങ്ങാത്തത്ര കൃതികൾ നമുക്കിവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നു?
ഈ ചർച്ചയൊന്നും വെറുതെയല്ല. ഈ ചർച്ച ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ഗീതാശാസ്ത്രത്തിൻ്റെ ഭാഗം മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഗീതയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നു? നമുക്കറിയാം, ഭാരതത്തിൽ അനേകം ദ്വൈതികൾ, വിശിഷ്ടാദ്വൈതികൾ, അദ്വൈതികൾ തുടങ്ങി നാഥസമ്പ്രദായത്തിലുള്ളവർ, മറ്റ് പരമ്പരകളിലുള്ളവർ, യോഗികൾ, സിദ്ധന്മാർ, അഘോരികൾ തുടങ്ങി ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ട് ഇവിടെ. നിങ്ങൾ കുംഭമേളയ്ക്ക് പോയി കഴിഞ്ഞാൽ കാണാം, ഓരോ മണ്ഡലേശ്വരന്മാരും 10,000 ശിഷ്യന്മാരും മഹാമണ്ഡലേശ്വരന്മാരും ലക്ഷക്കണക്കിന് ശിഷ്യന്മാരും വന്നുകൊണ്ടേയിരിക്കും ഗംഗാസ്നാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രയാഗസ്നാനത്തിന് വേണ്ടിയിട്ട്. എന്തായിരിക്കും ഇത്രയും മഹാമണ്ഡലേശ്വരം? വ്യത്യസ്തങ്ങളായ ചടങ്ങുകളും ആചരണങ്ങളും രീതികളും സമ്പ്രദായങ്ങളുമുള്ള സന്യാസിമാർ വരുമ്പോൾ അവരുടെ എല്ലാം കയ്യിൽ, അല്ലെങ്കിൽ അവർക്കെല്ലാം പൊതുവായി ഒരു ചോദ്യം, നമ്മൾ ഉദാഹരണം പറയാം, ഒരു 3-4 കോടി സന്യാസിമാരും ത്യാഗികളും വന്നു ചേരുന്ന ഒരു വലിയ കുംഭമേളയിൽ നമ്മൾ വലിയൊരു മൈക്കെടുത്ത് വെച്ച് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങളിൽ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന നിത്യം ഒരു അധ്യായമെങ്കിലും പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉടനെ അവിടുന്ന് ഒരു വലിയ ലോകത്തിൻ്റെ കർണം പൊട്ടിക്കുന്ന വിളി ഉയർന്നു വരും. എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീത ഒരു സന്യാസി ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും സാമ്പ്രദായികമായി ആചാരപരമായി വായിക്കണം, അർത്ഥം ഗ്രഹിക്കണം എന്നുള്ളത് നിഷ്ഠയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പ്രദായം ഏതുമായിക്കോട്ടെ, നിങ്ങൾ ദ്വൈതിയോ അദ്വൈതിയോ വിശിഷ്ടദ്വൈതിയോ അല്ലെങ്കിൽ നാഥസമ്പ്രദായക്കാരനോ അഘോരിയോ നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഗീതയെ ഒഴിവാക്കിക്കൊണ്ട് സമ്പ്രദായം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഏത് സമ്പ്രദായത്തിൽപ്പെട്ടവനാണെങ്കിലും ഗീത അല്പം പഠിക്കണം, നിത്യേന അല്പം വായിക്കണം, ആചാരത്തോടുകൂടി. അതുകൊണ്ടാണ് സാക്ഷാൽ ശങ്കര ഭഗവത്പാദാചാര്യർ പറഞ്ഞത്, ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം എന്ന് പറയാൻ കാരണം, ഭഗവത്ഗീതയെ നിത്യേന അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കണം. ഗേയം ഗീതാ നാമസഹസ്രം, അത് മാത്രം പോരാ, സഹസ്രനാമവും ജപിക്കണം. ധ്യേയം ശ്രീപതിരൂപമജസ്രം, നിത്യേന സദാ ശ്രീപതിയെ, ഭഗവാനെ സ്മരിക്കണം, ധ്യാനിക്കണം. നേയം സജ്ജനസംഘേ ചിത്തം, നല്ല ആളുകളുമായി കൂട്ടുകൂടി സത്സംഗത്തിനായിക്കൊണ്ട് മനസ്സിനെ വിനിയോഗിക്കണം. സത്സംഗം നിത്യം ചെയ്യണം. സത്സംഗം എന്ന് പറയുമ്പോൾ അവിടെ വള്ളിക്കാവൽ അമ്മ മാതാമൃതാനന്ദമയി ദേവി പറയുന്നത്, സത്സംഗം എന്ന് പറഞ്ഞാൽ ആളുകൾ നല്ലവർ കൂടിച്ചേരൽ എന്നല്ല അതിൻ്റെ മുഖ്യമായ അർത്ഥം. സത്സംഗം എന്ന് പറഞ്ഞാൽ ജീവാത്മ പരമാത്മ ഐക്യമാണ്. നേയം സജ്ജനസംഘേ ചിത്തം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് സജ്ജനം എന്ന് പറയാം. സജ്ജനമെന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? കഠോപനിഷത്തിൽ ഒരു മന്ത്രം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, പ്രാപ്യ വരാൻ നിബോധത. വരാൻ എന്ന ശബ്ദത്തിന് അർത്ഥം ജീവൻ മുക്തൻ, ബോധം നേടിയവൻ, ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ എന്നാണ്. ഇപ്പോൾ ചോദിക്കാം, ശ്രീരാമകൃഷ്ണദേവൻ വേദം കണ്ടിട്ട് പോലുമില്ല, അദ്ദേഹം എങ്ങനെ ശ്രോത്രിയനാവും? അവിടെ ശ്രോത്രിയൻ എന്ന പദത്തിൻ്റെ ദാർശനിക തലം പഠിക്കണം. ശ്രോത്രിയൻ എന്നാൽ കേവലം തത്തയെപ്പോലെ വേദം ഹൃദിസ്ഥമാക്കി ചൊല്ലുന്നവൻ അർത്ഥമല്ല. ശ്രുതി സ്വയം ഭവിച്ചവൻ, സ്വയം ഋഷിയായവൻ എന്നാണ് അർത്ഥം. ശ്രുതി സ്വയം ഭവിക്കുക എന്ന് പറഞ്ഞാൽ താൻ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ പുരസ്ചരണ ദേവതയെ ദർശിച്ച് ദേവതയുടെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കി തൻ്റെ ഉള്ളിൽ ദേവതയെ സാക്ഷാത്കരിച്ച, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ പ്രകാശത്തെ കണ്ട, തൻ്റെ ഉള്ളിൽ തന്നെ മന്ത്രശബ്ദത്തിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിച്ച ഒരാൾ ശ്രോത്രിയനാണ്, ഋഷിയാണ്. ശ്രോത്രിയൻ എന്ന ശബ്ദത്തിന് ഋഷി എന്നർത്ഥമാണ് അവിടെ. അല്ലാതെ വേദം മുഴുവൻ കണ്ഠസ്ഥമാക്കി അതുകൊണ്ട് ശ്രോത്രിയൻ എന്നർത്ഥമില്ല. ഞാനൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ നല്ല വേദപണ്ഡിതനായ ഒരു മനുഷ്യൻ, നമ്മളൊക്കെ വളരെ ബഹുമാനിച്ചിരുന്ന ആളാണ്. ആ ചടങ്ങ് കഴിഞ്ഞ് ചെറിയൊരു ബഹളം, ഞാനത് സൂക്ഷിച്ച് അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ വേദം മുഴുവൻ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കഴിവുള്ള ഈ വൈദികൻ കണക്ക് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുകയാണ് ഈ കമ്മിറ്റിക്കാരോട്. വഴക്കുണ്ടാക്കുക. കാശ് വേണ്ടെന്നല്ല, എല്ലാവർക്കും ജീവിക്കാൻ കാശ് വേണം. പക്ഷേ സ്വർണ്ണപാത്രങ്ങളടക്കം കയ്യിൽ കിട്ടിയിട്ട് പോലും പിന്നെയും വഴക്കുണ്ടാക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി, മനസ്സിനെ അടക്കി തൻ്റെ ഉള്ളിൽ ദേവതയെ ദർശിക്കാത്ത, തൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ ദർശിക്കാത്ത, മന്ത്രത്തിൻ്റെ ശബ്ദം തൻ്റെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കാത്തവൻ ശ്രോത്രിയനല്ല. അതുകൊണ്ട് തന്നെ അവൻ ബ്രഹ്മനിഷ്ഠനും ആവില്ല. കേവലം പഠിച്ചതുകൊണ്ട്, ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ശ്രോത്രിയനാവുമെങ്കിൽ വർഷാവർഷം നൂറുകണക്കിന് പേര് പല വേദപാഠശാലകളിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഇവരൊന്നും ശ്രോത്രിയന്മാരല്ല.
അതുകൊണ്ട് സ്വഭാവ സംസ്കരണം, ഹൃദയവിശാലത, മനസ്സിന് സംസ്കരണം, ഏകാഗ്രത ഇതൊക്കെ നേടിത്തരാത്ത വിദ്യ പാഴാണ്. ഇവിടെ പറഞ്ഞത് ഗീതയുടെ ദാർശനിക ശക്തി എന്ന് പറയുന്നത് വിവിധ സമ്പ്രദായക്കാരെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഒന്നാണ്, സത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇവിടെ സത്സംഗം എന്ന അമ്മ പറയുന്നത് ജീവാത്മാവും പരമാത്മാവും ഐക്യപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്ന ബോധം ഉദിക്കുമ്പോഴാണ് യഥാർത്ഥ സത്സംഗം നടക്കുന്നത് എന്ന് അമ്മ പറയുന്നു. ഇവിടെ ആചാര്യസ്വാമികൾ സജ്ജന സംഘം എന്ന് പറഞ്ഞതിൽ സജ്ജനം എന്ന ശബ്ദം പ്രത്യേകം എടുത്താൽ അവിടെ അർത്ഥം കഠോപനിഷത്തിലെ പ്രാപ്യ വരാൻ നിബോധത, വരാൻ എന്ന ശബ്ദം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. വരാൻ എന്ന ശബ്ദത്തിനർത്ഥം സൂക്ഷ്മമായി ചിന്തിക്കണം. വരാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ, ജീവിത ലക്ഷ്യം നേടിയ, മനസ്സിനെ പൂർണ്ണമായും ഏകാഗ്രതപ്പെടുത്തിയ, മനസ്സിനെ ശാന്തമാക്കിയ, മനസ്സിനെ ഇല്ലാതാക്കിയ, മനോനിഗ്രഹം സാധിച്ച ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് ആചാര്യസ്വാമികൾ സജ്ജന സങ്കേചിത്തം, അങ്ങനെയുള്ള സജ്ജനങ്ങളുമായി മനസ്സ് സദാ ഒത്തുചേരട്ടെ, അമ്മയെപ്പോലെയുള്ള മഹാപുരുഷന്മാരെ പോയി ദർശിച്ച് അവരുടെ ശബ്ദം കേട്ട് അവരുടെ വാണികൾ കേട്ട് പരിവർത്തനം ഉണ്ടാവട്ടെ എന്നാണ്. ഇപ്പോൾ ഒരു മഹാപുരുഷൻ്റെ പുസ്തകം കൊണ്ട് ഏറ് കിട്ടിയാൽ പോലും നന്നാവെന്ന് പറയും. കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് എന്ന സ്ഥലത്ത്, പന്തീരങ്കാവ് ഒരു ദിവ്യമായ സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ ആത്മീയമായ വളരെ പ്രഭാവമുള്ളൊരു സ്ഥലമാണ് പന്തീരങ്കാവ്. കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് എന്ന സ്ഥലത്ത് ജനിച്ച് മംഗലാപുരത്ത് BSNL, അന്നത്തെ BSNL ടെലികോമാണ്, ടെലികോമിൽ ജോലി കിട്ടിയ ഒരാൾ. അയാൾ ഈ ജോലിക്കാർക്ക്, അന്ന് വിവാഹിതനല്ല, ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോസ്റ്റൽ പോലുള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ മംഗലാപുരത്ത് ഇയാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾക്ക് ശ്രീരാമകൃഷ്ണദേവനോടൊക്കെ വലിയ ഇഷ്ടമാണ്, അവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അയാൾ ഒരു ദിവസം ഞായറാഴ്ച സമയം കിട്ടിയപ്പോൾ അവിടെയുള്ള തെരുവിലൂടെ, അവിടെ കൊങ്കിണികൾ താമസിക്കുന്ന തെരുവുണ്ട്, ഒരുപാട് വലിയ വിശാലമായ തെരുവാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഞായറാഴ്ചയല്ലേ എന്ന് ഓർത്ത് ഇങ്ങനെ ജപിച്ചുകൊണ്ട്, എന്തോ ഓം നമോ നാരായണായ എന്നിട്ട് ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഈ 2 തട്ടായിട്ടാണ് വീട്. മേലെയുള്ള ഒരു വീട്ടിലെ അച്ഛനും മകനും തമ്മിൽ വലിയ കലഹം, ലഹള നടക്കുകയാണ്, ശണ്ഠ നടക്കുകയാണ്. അച്ഛൻ പറയുന്നുണ്ട്, ഈ പുസ്തകമാണ് നിന്നെ നശിപ്പിച്ചത്, മര്യാദയ്ക്ക് കല്യാണത്തിനെ സംബന്ധിച്ചോളണം, ഈ പുസ്തകം കാരണം നീ എന്നെ നശിച്ചു പോയതുകൊണ്ട് വളരെ ചീത്ത പറഞ്ഞിട്ട് ഈ പുസ്തകം, ഏതൊരു പുസ്തകം എടുത്ത് ഒറ്റ ഏറാണ് പുറത്തേക്ക്. ഈ പുസ്തകം എറിയുന്നത് ഈ നടക്കുന്ന ആൾ കണ്ടില്ല, ഇയാളുടെ തലയ്ക്കാണ് ഒന്ന് അടിച്ചത് പുസ്തകം. അപ്പോൾ പുസ്തകം നിലത്ത് കൂടും. പുസ്തകം എടുത്തിട്ട് അപ്പോൾ താഴത്തെ ഭാഗത്തുള്ള കടമുറികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇയാൾ അവിടെ ആ കടമുറികളിൽ ഒന്നിൻ്റെ മുമ്പ് പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ഇത് വായിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ദ ഗോസ്പെൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്നാണ്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പായിട്ടുള്ള ദ ഗോസ്പെൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്ന പുസ്തകമാണ്. അവിടുന്ന് വായിക്കാൻ തുടങ്ങിയിട്ട് ഇയാൾ ഏറ് കിട്ടിയ പുസ്തകമാണല്ലോ, ഏതായാലും അവർ വലിച്ചെറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഈ പുസ്തകവുമായി നടന്നു നീങ്ങി. അങ്ങനെ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നു. ആ പുസ്തകം വായിച്ചു തീർന്ന അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗുരുവിനെ കണ്ടെത്തി. എന്നിട്ട് സന്യാസിയായി 84 വയസ്സോളം ജീവിച്ചിരുന്നു. തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ശ്രീ രമാദേവി എന്ന സദ്ഗുരുവിൻ്റെ, രമാദേവി അമ്മ ഒരു അവതാരമായിരുന്നു, ശ്രീ രമാദേവി അമ്മയുടെ ഒരേ ഒരു സന്യാസി ശിഷ്യനായി ജീവിച്ച് ജീവൻ മുക്തനായി സമാധിയായി. അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ മുക്തിയുടെ രസം അനുഭവിച്ചിരുന്ന ആളാണ്. ഞാൻ പലവരും പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശേഷമായ അനുഗ്രഹങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയാറുണ്ട്, ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം കൊണ്ട് ഏറ് കിട്ടിയാൽ പോലും നന്നായി പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ശ്രീരാമകൃഷ്ണ ലീലാമൃതവും വചനാമൃതവും എല്ലാവരും വായിക്കണം. ഇവിടെ പറഞ്ഞത് ഗീതയ്ക്ക് വെറും ദാർശനികമായ അർത്ഥം കൊടുക്കുന്നവർ കഠോപനിഷത്തിലെ രഥരൂപകത്തെയൊക്കെയാണ് എടുക്കുന്നത്. ശരീരം എന്നാൽ രഥമാണ്, ബുദ്ധി എന്നാൽ അത് ഇതാണ്, ആത്മാവ് എന്നാൽ ഇതാണ്, ഇങ്ങനെ ഓരോന്നും പറയുന്ന രഥരൂപകത്തെ എടുത്തുകൊണ്ട് കഠോപനിഷത്തിൻ്റെ മാതൃകയിൽ ഗീതയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. തെറ്റല്ല, അത് സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചവർക്ക് വളരെ ഗുണം ചെയ്യും. അതേ സമയത്ത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഗീതയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമായ മഹാഭാരതം പഠിച്ചേ തീരൂ. നമുക്കറിയാം, ധർമ്മക്ഷേത്രത്തിൽ, കുരുക്ഷേത്രത്തിൽ എന്തു നടന്നു, എൻ്റെ മക്കളും പാണ്ഡവരും തമ്മിൽ എന്തുണ്ടായി, അവരെന്തു ചെയ്തു എന്ന ചോദ്യം ആദ്യമായിട്ടല്ല ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. ധൃതരാഷ്ട്രർ ഇതേ ചോദ്യം പലവരു ഭഗവത്ഗീതാ പർവ്വത്തിൽ, ഭീഷ്മപർവ്വത്തിൽ ഗീത എന്ന ഗ്രന്ഥം തുടങ്ങുന്നതിന് മുൻപ് ചോദിക്കുന്നുണ്ട്. ഒരു വളരെ സ്പഷ്ടമായ ചോദ്യം ചോദിക്കുന്നത്, കഥം അല്പേന സൈന്യേന പ്രത്യവ്യൂഢത പാണ്ഡവ, പാണ്ഡവന്മാർ, യുധിഷ്ഠിരൻ്റെ സൈന്യം
ഈ അല്പം ആയിട്ടുള്ള ഒരു 50-100 ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ 500 പേരെ കൊണ്ട് എങ്ങനെ 5000 പേരെ നേരിട്ടു എന്നാണ് ചോദ്യം. അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പടയാളികളാണ്. 50 പേർ 500 പേരെ, 50 പേർ 5000 പേരെ നേരിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയായിരുന്നു മഹാഭാരത യുദ്ധ സന്ദർഭം. അപ്പോൾ ഭീഷ്മർ വീണ ശേഷമാണ് പലർക്കുമുള്ള ചോദ്യമാണ്. ചില ഗീതാ ഗ്രന്ഥങ്ങളിൽ പോലും എഴുതി വെച്ചിരിക്കുന്നു വ്യാഖ്യാനത്തിൽ. അതായത് സംശയം ചോദിക്കുകയാണ് ചിലർ. ഈ ഗീത തുടങ്ങുമ്പോഴേ ചോദിക്കുകയാണ് എന്തു ചെയ്തു എന്ന്. അതെങ്ങനെയാണ് ആ ചോദ്യം വന്നത് എന്ന് ചോദിക്കുകയാണ്. ചോദ്യം വന്നത് ലളിതമാണ്, അറിയണം. ഈ സന്ദർഭം, ഈ ഡയലോഗ് ആരൊക്കെ തമ്മിലാണ്? സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിലാണ്. ധൃതരാഷ്ട്രരോട് സഞ്ജയൻ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എത്രാമത്തെ ദിവസം? 10ാമത്തെ ദിവസം ഭീഷ്മാചാര്യർ വീണു. യുദ്ധത്തിൽ പരിക്കേറ്റ് ഭീഷ്മാചാര്യർ വീണു എന്നത് യുദ്ധത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. അതിനർത്ഥം നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയും സച്ചിൻ ഔട്ടായാൽ ബാക്കി എല്ലാവരും ഔട്ടാവെന്ന് പറയും. അതുപോലെ കൗരവപ്പടയുടെ നട്ടലൊടിഞ്ഞു എന്നർത്ഥം. കൗരവപ്പടയിൽ ആളെണ്ണം കൂടുതലാണ്, ഒരുപാട് സൈനികരുണ്ട്. പക്ഷേ കൗരവപ്പടയുടെ നട്ടല് എന്ന് പറയുന്നത് ഭീഷ്മാചാര്യരാണ്. ആ ഭീഷ്മാചാര്യർ വീണാൽ പിന്നെ ബാക്കിയുള്ള സൈനികർ 3 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കില്ല, നിന്നിട്ടുമില്ല. ബാക്കിയുള്ള ആർക്കും തന്നെയും ഭീഷ്മരെ പോലെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭീഷ്മർ ആജന്മ ബ്രഹ്മചാരിയാണ്. 2, ഭീഷ്മർ ദേവന്മാരുടെ സൈന്യ ചമൽക്കാരം, ഗന്ധർവന്മാരുടെ സൈന്യ ചമൽക്കാരം, അസുരന്മാരുടെ സൈന്യ ചമൽക്കാരം, ഇത് 3നെയും തോൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഇത് 3നെപ്പറ്റി നല്ല അറിവുള്ളവനാണ്. ഏതു തരത്തിൽ സൈന്യത്തെ ചമത്കാരം നടത്തിയാലും, ഏത് തരത്തിൽ വ്യൂഢം ചമച്ചാലും അതിനെ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും കഴിവ് ഭീഷ്മർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ യുധിഷ്ഠിരൻ പോയിട്ട് അർജുനോട് ചോദിക്കാൻ കാരണം, അർജുന, ഭീഷ്മരാണ് മുമ്പിൽ നിൽക്കുന്നത്, നമ്മൾ എങ്ങനെ ജയിക്കുമെന്ന് ചോദിക്കാൻ കാരണം. അതിന് കൃഷ്ണൻ പറഞ്ഞ ഉത്തരമാണ് ഗീതയുടെയും മഹാഭാരതത്തിൻ്റെയും സാരം. എന്താണ്? പുരുഷോത്തമനും സനാതനനുമായിട്ടുള്ള കൃഷ്ണൻ എവിടെയുണ്ടോ അവിടം വിജയിക്കും. ഭീഷ്മരുടെ ശക്തി യുദ്ധത്തിൻ്റെ ശക്തിയാണ്. ശ്രീകൃഷ്ണൻ്റെ ശക്തി ധർമ്മത്തിൻ്റെ ശക്തിയാണ്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇതേപ്പറ്റി നാളെയും പറയും, മറ്റന്നാളും പറയും. കാരണം ഇതിൻ്റെ തുടർച്ച പറഞ്ഞു പോയില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല, ഗീതയെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇന്നേക്ക് ഇത്രമാത്രം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.